ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 5 ഓഫ് വാൺസും അതുപോലെ 7 ഓഫ് വാൺസും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളോട് മത്സരിക്കാൻ കുറച്ചധികം ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്തെന്നാൽ, മറ്റൊരാൾ നമ്മളോട് മത്സരിക്കാൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര പവർ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെക്കാളും മുകളിലാകാൻ വേണ്ടിയിട്ടാണ് പലരും നമ്മളോട് മത്സരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം അവിടെ നമ്മുടെ പവർ എത്ര മാത്രമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇതിൽ കുറേ കൈകൾ കാണാം അല്ലേ. അപ്പോൾ ഇത് കാണിക്കുന്നത് നിങ്ങളിൽ ഇപ്പോൾ ഉള്ളൊരു കാര്യത്തെ കുറേയധികം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ജോലിയാവാം, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങളും ആകാം, ചിലപ്പോൾ വണ്ടിയാകാം, ഫോണാകാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളോടൊപ്പം ഈ ഒരു ലെവലിലെത്താൻ അവർ മത്സരിക്കുന്നുണ്ട്, അവരുടെ മനസ്സ് അത്തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ വർദ്ധിപ്പിച്ച് ഇരിക്കുക. ഇവിടെ നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണെന്ന് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടി നിങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ നിങ്ങളുടെ വളർച്ചയെ ബ്ലോക്ക് ചെയ്യാനും നിങ്ങളെ ഇമോഷണലി ഡൗൺ ആക്കാനും ഒക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് മത്സരിക്കാനും ഒക്കെ കുറേ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ചും വളർച്ചയുള്ള ആളുകളെ തളർത്താൻ കുറേ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ അത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലാവാം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഇതിനു മുൻപ്. ആ തടസ്സങ്ങളെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ഒറ്റപ്പെടണം, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ട് പല ആളുകളും കൂട്ടുനിന്ന് നിങ്ങൾക്കെതിരായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു സമയം പോലും ചില ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ ഒരു തടസ്സം വന്നാൽ പോലും ആ തടസ്സം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. കാരണം ഇത്രയും നാളും നിങ്ങൾ പൊരുതി മുന്നേറി വന്നതിൻ്റെ ആ ഒരു പരിചയവും ധൈര്യവും ഒക്കെ നിങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ധൈര്യത്തോടു കൂടി നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഇവിടെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാം. അത് നിങ്ങളുടെ തന്നെ ജീവിത പങ്കാളിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സിൽ പങ്കാളി വന്നേക്കാം. അപ്പോൾ എന്തായാലും ഒരു പ്രോഗ്രസ് ആണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പ്രോഗ്രസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങളിപ്പം ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി ഒരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ജീവിതത്തിലൊരു മാറ്റം വരുത്തുന്നതിനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിങ്ങളിൽ ചിലർ ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്.
പിന്നെ ഇവിടെ 7 ഓഫ് കപ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ്. കുറേ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതിൽ തെറ്റേത് ശരിയേത്, അല്ലെങ്കിൽ ഇതിൽ ഞാൻ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് ചോയ്സുള്ളൊരു സമയമാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു സമയമാണ്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ആലോചിച്ച് മാറ്റിവെക്കുന്നതിന് പകരം പെട്ടെന്ന് തീരുമാനമെടുക്കാനൊന്ന് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിന് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള ഏത് കാര്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായും അതിൽ നിന്ന് ഒഴിവായി പോകാൻ കൂടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ കുറേയധികം അവസരങ്ങൾ വന്നെത്തുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടിയ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കുറേ അവസരങ്ങളാവാം. അപ്പോൾ അതിൽ ഏത് കാര്യം തിരഞ്ഞെടുത്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് വിജയിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഒരു ചിന്തയാകാം. അപ്പം അത്തരത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. ഇതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഈ ഒരു സമയം പോലും വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന കാര്യം മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. കാരണം അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ എങ്ങനെ ബാധിക്കും എന്നുകൂടി നിങ്ങളൊന്ന് ചിന്തിച്ച് തീർച്ചയായിട്ടും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം തിരഞ്ഞെടുക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ കുറേ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സമയം വന്നെത്തുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും ഒരു പോംവഴി അത് ദൈവമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 9 ഓഫ് സോർഡ്സിന്റെ ഒരു എനർജി ഉണ്ട്. കുറച്ച് ആൾക്കാർ കുറച്ച് നെഗറ്റീവായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അടുത്ത സമയം അല്ലെങ്കിൽ ഇന്നലെയോ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വെക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളോ ആളുകളോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അടുത്ത സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു അടുത്ത സമയത്ത് അല്ലെങ്കിൽ ഇന്നലെ രാത്രി പോലും ഉറക്കം വരാതെ കിടന്ന കുറച്ച് ആൾക്കാരുടെ ഒരു എനർജിയാണ്. നിങ്ങൾ ചിലപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കാം. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും അപകടത്തിലൊക്കെ പെട്ടുപോകുന്നതായിട്ട് സ്വപ്നം കണ്ട ആളുകളുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഫ്യൂച്ചറിനെ പറ്റി അല്ലെങ്കിൽ കഴിഞ്ഞ നിങ്ങളുടെ ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് ചിന്തിച്ച് നിങ്ങൾ ആശങ്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നാളെ ഫേസ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള എന്തോ കാര്യങ്ങൾ അടുത്ത ദിവസം നിങ്ങൾക്കത് ഫേസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഓർത്ത് നിങ്ങൾ ഭയങ്കര ടെൻഷനാണോ എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ലോൺ അടയ്ക്കുന്ന കാര്യമാവാം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും പൈസ കൊടുക്കുന്ന കാര്യമാവാം. അപ്പോൾ അതിനുള്ള പണത്തിൻ്റെ കാര്യം ഓർത്തുള്ള ടെൻഷനായിരിക്കാം. അപ്പം നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടതുണ്ട്. നമുക്ക് എന്ത് കാര്യം വന്നാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ. നിങ്ങളിപ്പോൾ വറി ചെയ്യുന്ന ആ ഒരു കാര്യം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും എന്നാണ്. അപ്പോൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് ഇരുന്ന് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉപദ്രവമുണ്ടാക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ എന്തിനെ പറ്റിയാണോ ആലോചിച്ച് ഇത്രയും ടെൻസ്ഡ് ആകുന്നത്, ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങളിൽ നിന്നും മാറിപ്പോകും എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു അവസരം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഓവർ തിങ്ക് ചെയ്യാതെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പൈസയുടെ കാര്യത്തെയൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളിലേക്ക് പൈസ എത്തിച്ചേരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. പൈസയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു മാനിഫെസ്റ്റേഷൻസ് വർക്ക് ആകുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു എനർജി വളരെ ഹൈ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബാധ്യതകളൊക്കെ ഒന്ന് മാറി നിങ്ങൾ വളരെ സമാധാനത്തോട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് വരുന്നതുമാകാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം അത് വേണ്ടത്ര കൈകാര്യം ചെയ്യാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്കുള്ള പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും അച്ചീവ്മെന്റ് ആൻഡ് സക്സസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം അത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ പൈസയുടെ കാര്യത്തിലൊക്കെ കുറച്ച് പ്ലാനിംഗ് ഒക്കെ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സക്സസ്ഫുൾ ആയിട്ട് പ്രാവർത്തികമാക്കുവാൻ ഈ ഒരു സമയം സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആഗ്രഹം പോലെ, അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു വീടോ വാഹനമോ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം റിയാലിറ്റിയിലേക്ക് വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങൾ, അതായത് വീട്, വാഹനം, വസ്തു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങുവാനോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലൊരു മൂവ്മെന്റ് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇതെന്നും കാണുന്നുണ്ട്. ഇതിൽ കുറേ ആൾക്കാർക്കും വാഹനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊരു പോസിറ്റീവ് റിസൾട്ടാണ്. മാത്രമല്ല വീടുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഒരു പോസിറ്റീവ് റിസൾട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പുതിയൊരു വണ്ടി വാങ്ങുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ പണിതുകൊണ്ടിരിക്കുന്ന വണ്ടി വേഗത്തിൽ അത് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്നതാവാം. അതുപോലെ ഈ ഒരു സമയത്തെ നിങ്ങളുടെ ഒരു മണി എനർജി അത് തീർച്ചയായിട്ടും വളരെ ഹൈ വൈബ്രേഷണൽ ആയിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഇവിടെ 9 ഓഫ് പെന്റക്കിൾസും അതുപോലെ കിങ് ഓഫ് പെന്റക്കിൾസും ഒക്കെയാണ്. അപ്പോൾ പൈസയുമായി ബന്ധപ്പെട്ട് പുതിയ ചില ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചിന്ത തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഒരു ബുദ്ധിമോശം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതായിരിക്കണം. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചീറ്റിങ്ങിലൊക്കെ അകപ്പെട്ടു പോയത് കൊണ്ടോ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ചിന്തയെന്ന് പറയുന്നത് ശരിക്കും പൈസയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. ഈ ഒരു സമയം ചിലപ്പോൾ ചില ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾക്ക് നിവർന്ന് നിൽക്കണമെങ്കിൽ പൈസ വേണമെന്ന് അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയുമുണ്ട്. എനിക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം, അതും എനിക്ക് എൻ്റേതായ രീതിയിൽ നിന്നുകൊണ്ട് വേണം എനിക്ക് ജയിച്ച് കാണിക്കുവാൻ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ഒരു പല കാര്യങ്ങളും ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ആയിരിക്കാം ഉള്ളത്, അത് തീർച്ചയായിട്ടും ഗ്രോ ചെയ്യാൻ പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളതിൽ വിഷമിച്ചിരിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോഡ്സിന്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ബ്രില്യൻ്റ് ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുതിയ ഐഡിയ നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ്. ഇതിൽ നിങ്ങളുടെ കയ്യിലൊരു ആയുധം കിട്ടിയ ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ പ്രതിസന്ധികളെ മാറ്റാനുള്ളൊരു ആയുധമായിരിക്കാം ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കൺഫ്യൂഷനുള്ള ഒരു ഉത്തരമായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കുറേ തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഈ ഒരു സമയം ഉണ്ടായിരിക്കാം. ആ തടസ്സങ്ങളെ മാറ്റാനുള്ള അനുഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ദൈവം നൽകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ആയുധം നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമോഷണൽ എക്സ്പീരിയൻസ്, ഒരു പ്രണയത്തിൻ്റെയൊക്കെ ഓഫർ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സമയമാണ്. കാരണം ഇവിടെ 2 ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട്. ചില വ്യക്തികളോട് വല്ലാത്തൊരു അടുപ്പമൊക്കെ ഈ സമയം തോന്നാം.
നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടവും ഒരു പ്രണയവും ഒക്കെ തോന്നുന്ന സമയം കൂടിയാണ്. നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പൊക്കെ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. അതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇതിലൊരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഉണ്ടാകുന്നുവെന്നും കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് വിചാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ അത് കറക്റ്റാണല്ലോ സംഭവിച്ചത് എന്നൊക്കെ ഒരു തോന്നൽ ഈ സമയം വന്നേക്കാം. ചിലപ്പോൾ ഒരു പ്രണയ അഭ്യർത്ഥന നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മറ്റുള്ളവരോടും നിങ്ങൾക്കൊരു സ്നേഹവും ഒരു ഇഷ്ടവും ഒക്കെ തോന്നും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയും ഒരു സ്നേഹവും ഒരു അതായത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പോലുള്ള കാര്യങ്ങൾക്ക് ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പം അങ്ങനെ ചെയ്യാത്തവർ ഈ ഒരു സമയം അത്തരത്തിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ്. നിങ്ങൾ ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ നല്ല സമയങ്ങളും നിങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ സമയം ചിന്തിക്കുന്നുണ്ട്, എനിക്കും അത് ആവശ്യമാണ്, എൻ്റെ സോൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു പ്രണയവും ഈ ഒരു സമയം ഇമോഷണലായിട്ടുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 9 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത കുറേ കാര്യങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ബുദ്ധിമുട്ടുന്ന തരത്തിലുള്ളൊരു എനർജിയാണ്. അത് നിങ്ങളുടെ സൽപ്പേരാകാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു പ്രോജക്റ്റ് ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച പൈസയാകാം. അതായത് ഈ ഒരു കാര്യം മറ്റാരെങ്കിലും ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ വരുന്ന ഒരു അവസ്ഥയാണ്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ വിട്ടുകൊടുക്കൂല എന്നൊരു തീരുമാനമൊക്കെ ഈ ഒരു സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരെ വിട്ടുകൊടുക്കുന്നില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിലുള്ള പൈസ നിങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുണ്ടാവാം. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ പൊരുതി മുന്നേറാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ 7 ഓഫ് വാൻഡ്സിലും അത് തന്നെയാണ്. എത്ര തടസ്സങ്ങൾ വന്നാലും അല്ലെങ്കിൽ ഏതൊക്കെ ആളുകൾ ചേർന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും അവിടെ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് പൊരുതി മുന്നേറാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായി നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തളർന്നിരിക്കാതെ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ ഒന്ന് മാറ്റി ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഹയറഫിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളൊരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്ന ഒരു എനർജി ഉണ്ട്. ആരിൽ നിന്നെങ്കിലും നിങ്ങളൊരു ചിലപ്പോൾ ഒരു ടാരോയോ അല്ലെങ്കിൽ അസ്ട്രോളജിയോ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നിന്നും ഒരു ഗൈഡൻസ് എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിൽ ഗൈഡൻസ് എടുക്കണമെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾ തുടങ്ങുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണമെന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം. അപ്പോൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ളൊരു ആകാംക്ഷ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ആകാംക്ഷയൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെ പ്രസൻസ് ഉണ്ടാവുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നതിലൂടെയാവാം, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് നല്ലൊരു സ്പിരിച്വൽ അഡ്വൈസ് നൽകാനും നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു നൽകാനും ഒക്കെ ഒരു ഗുരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ചില ആളുകളെ നിങ്ങൾ ഈ ഒരു സമയം കണ്ടുമുട്ടുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ വളരെയധികം സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന അന്തരീക്ഷം അവർക്ക് നിങ്ങൾക്ക് ഒരുക്കി തരാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. കാരണം
ഇതിൽ നിങ്ങൾക്കോ ആ വ്യക്തിക്കോ ഒക്കെ ഒന്നിലധികം ചോയ്സസ് ഉണ്ടായിരിക്കാം. ചില ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു ബോണ്ട് എന്ന് പറയുന്നത് അത് നമുക്കൊരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അവരെ കണ്ടില്ലെങ്കിലും അല്ലെങ്കിൽ അവരകന്ന് നിൽക്കുവാണെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് പകരം വെക്കുവാനായിട്ട് വേറെ ആരെ കൊണ്ടും പറ്റൂല. അപ്പോൾ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ളൊരു എമോഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരുപാട് വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഏസ് ഓഫ് കപ്പും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒന്നുകിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിരിക്കാം. അപ്പോൾ അത്രയും ഒരു ഫീലിങ്സ് ആ ഒരു വ്യക്തിക്കും നിങ്ങളോട് ഈ സമയം തോന്നിയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണമെന്നൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല ഈ സമയം നിങ്ങൾക്കൊരു മറ്റൊരു വ്യക്തിയുടെ സപ്പോർട്ട് ലഭിക്കുമെന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ അത് ബിസിനസ്സിലൊക്കെ പാർട്ട്ണർഷിപ്പ് വേണമെന്ന് ആഗ്രഹിച്ചവർക്ക് അങ്ങനെ ഒരു സാഹചര്യം വരുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പിന്തുണ നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർ അവർ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന കുറേ ചലഞ്ചസ് ഒക്കെ ഒന്ന് എൻഡ് ആക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇതിലൊരു വിവാഹമോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റോ ഒക്കെ നടക്കുന്ന ഒരു സമയമാണ് എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതൊരു അറേഞ്ച്ഡ് മാരേജിൻ്റെ ഒരു സമയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ സമയമായിരിക്കാം. നിങ്ങളിതിൽ ഹാപ്പിയാണെന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ആളുമായിട്ട് ഒരു റീകൺസിലിയേഷൻ ഈ സമയം സാധ്യമാകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോഴും നമുക്ക് എന്ത് കാര്യമാണോ കിട്ടാത്തത് അതിൽ മാത്രമാണ് നിങ്ങളിൽ ചില ആളുകൾക്ക് ഇപ്പോഴും ഫോക്കസ് ഉള്ളത് എന്നുള്ളതാണ്. നമുക്ക് ദൈവം തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ആ അനുഗ്രഹങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് വഴികൾ ദൈവം തുറന്നു തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ വഴിയെ പോകുന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ നിങ്ങളത് കാണാതിരിക്കുന്നു എന്ന് മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കാൻ തീർച്ചയായിട്ടും പറ്റുന്നില്ല. ചിലപ്പോൾ ഇത് ചില റിലേഷൻഷിപ്പിലൊക്കെയുള്ള വ്യക്തികളെ ഓർത്താവാം, ആ ഓർമ്മകളാവാം. അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങളെ അതിൽ നിന്ന് പുറത്തിറക്കാൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് തന്ന ആ ഒരു അനുഭവം അത് വളരെ വലുതാവാം. അതുകൊണ്ടാവാം അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് പറ്റാത്തത്. പക്ഷേ നിങ്ങളിവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ ഒരു നഷ്ടപ്പെടലിൽ വിഷമിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് കടന്നേ മതിയാകൂ എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നഷ്ടപ്പെടലുകൾ വന്നുകൊണ്ടേയിരിക്കും, സൗഭാഗ്യവും സമൃദ്ധിയും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യത്തെയും മാനേജ് ചെയ്യാൻ പറ്റണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ എന്ത് വന്നാലും അതിൽ നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട് മാറ്റിയാൽ അത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും അല്ലെങ്കിൽ വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും ഇതൊന്നും തന്നെ സ്ഥായിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മാറ്റമില്ലാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇല്ല എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കാര്യങ്ങളൊന്നും നമ്മളുടേതല്ല. അതുകൊണ്ടാണ് അത് നമ്മളിൽ നിന്ന് തീർച്ചയായിട്ടും ദൈവം എടുത്തു മാറ്റിയത്. അപ്പോൾ ഇതെല്ലാം എൻ്റേതാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊന്നും എനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് നമ്മളൊന്ന് തിരിച്ചറിയുമ്പോൾ തീർച്ചയായിട്ടും വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ചിന്താഗതി നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാകട്ടെ, അല്ലെങ്കിൽ കരിയറിലാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലാവട്ടെ, അവിടെയെല്ലാം ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കറണ്ട് പോയതാണ് കേട്ടോ.
അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കാർഡൂടെ നോക്കിയിട്ട് റീഡിങ് അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നൊരു കാർഡ് ടവർ കാർഡാണ്. ഇതിൽ നിങ്ങളുടെ എന്തോ ഒരു വലിയ കാര്യം തീർച്ചയായിട്ടും ഇവിടെ വീഴുന്നുണ്ട്. അതായത് ആ ഒരു കാര്യത്തിന് നിങ്ങൾ സാക്ഷിയാകുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളെ പുച്ഛത്തോടെ കാണുന്ന ഏതെങ്കിലും വ്യക്തികളുടെ ഒരു പതനമായിരിക്കാം. ഇതിൽ ഒരു നഷ്ടമാണ്, പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ വളരെ കൂളായിട്ട് കണ്ടു നിൽക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഇത്, മറ്റാർക്കോ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ അത് കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. ചിലപ്പോൾ ചില ആൾക്കാരുടെ ഈഗോ അത് തകർന്നു പോകുന്നത് നിങ്ങൾ കണ്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ചില ആൾക്കാരുടെ ഒരു ഈഗോ ഒക്കെ തകർന്നു പോകുന്നത് നിങ്ങൾ കണ്ടു നിൽക്കേണ്ടി വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇത് നിങ്ങളെ ബാധിക്കാത്ത ഒരു തകർച്ച, അത് നിങ്ങൾ വളരെ കൂളായിട്ട് കണ്ടു നിൽക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എസ്കേപ്പായി പോകും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയും ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.